ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024 ജൂൺ മാസത്തെ UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ UGC നെറ്റ് എക്സാം നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. അതായത് UGC നെറ്റ് എക്സാം ജൂൺ മാസം 16-ാം തീയതിയാണ് നെറ്റ് എക്സാം നടക്കുന്നത്. അതേപോലെ നെറ്റ് എക്സാമിൻ്റെ അപേക്ഷാ ഡേറ്റ് മെയ് 10-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് 3 കാറ്റഗറികളായിട്ടാണ് UGC നെറ്റ് എക്സാം വിളിച്ചിട്ടുള്ളത്. കൂടാതെ UGC നെറ്റ് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷനിലും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നേരത്തെ തന്നെ NTAയുടെ ഭാഗത്ത് നിന്ന് അനൗൺസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് കാറ്റഗറി 3 കാറ്റഗറി. അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 കാറ്റഗറിയിലായിട്ടാണ് UGC നെറ്റ് വിളിച്ചിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാറ്റഗറി JRF, അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ. ഈ 2 കാറ്റഗറി JRFും അസിസ്റ്റന്റ് പ്രൊഫസറും ആകുവാൻ ആഗ്രഹിക്കുന്നവർ കാറ്റഗറി 1ഉം, ഇനി കാറ്റഗറി 2 അസിസ്റ്റന്റ് പ്രൊഫസറും അതേപോലെ തന്നെ PhD പ്രവേശനവുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കാറ്റഗറി 3 ജസ്റ്റ് PhD മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് UGC നെറ്റ് എക്സാം എഴുതുന്നവർ കാറ്റഗറി 3. ഈ 3 കാറ്റഗറികളായിട്ടാണ്. നേരത്തെ കോമൺ ആയിട്ടുള്ള ഒരു എൻട്രൻസ്, അതായത് കോമൺ ആയിട്ടുള്ള ഒരു ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമായിരുന്നു UGC നെറ്റ് എക്സാം. എന്നാൽ ഈ തവണ PhD എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മേഖലയിലോട്ട് നിർബന്ധമായിട്ടും ഒരു മിനിമം ക്വാളിഫിക്കേഷനായിട്ട് UGC നെറ്റ് എക്സാം എന്നുള്ളൊരു ക്രൈറ്റീരിയ വെച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ ഓരോ യൂണിവേഴ്സിറ്റികളും PhD അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ വിളിക്കുമ്പോൾ അതത് യൂണിവേഴ്സിറ്റികൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു PhDയുടെ അഡ്മിഷൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ടും മാറ്റി ഇനി കോമൺ ആയിട്ട് UGC നെറ്റ് എക്സാമിലൂടെ PhDയുടെ എലിജിബിലിറ്റി നേടുന്ന ഒരു സിസ്റ്റം നമ്മുടെ NTAയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നേരത്തെ MG യൂണിവേഴ്സിറ്റി PhD അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എക്സാമിന് അപേക്ഷ വിളിച്ചിരുന്നു. പക്ഷേ NTAയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നതോടുകൂടെ MG യൂണിവേഴ്സിറ്റിയും PhDയുടെ എൻട്രൻസ് എക്സാം ക്യാൻസൽ ചെയ്ത് UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരികയും UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടെ, അതായത് PhD കാറ്റഗറി 3 ആണെങ്കിൽ കാറ്റഗറി 3 PhDയിലൂടെ, അല്ലെങ്കിൽ കാറ്റഗറി 1 ആണെങ്കിൽ കാറ്റഗറി 2 ആണെങ്കിൽ കാറ്റഗറി 3 ആണെങ്കിൽ ഏത് കാറ്റഗറിയാണ് PhD നേടുകയാണെങ്കിൽ ഏത് കാറ്റഗറി എടുത്താലും ഡയറക്റ്റായിട്ട് PhDയിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ PhD ഉൾപ്പെടെ ഈ കോഴ്സിലോട്ട് അഡ്മിഷനും ആവശ്യമായിട്ടുള്ള, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറും അതേപോലെ PhD നേടുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് UGC നെറ്റ് എക്സാം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം മുതൽ UGC നെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യം ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ PhD നേടുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളവർക്ക് നിർബന്ധമായിട്ടും ഇനി അങ്ങോട്ട് UGC നെറ്റ് കൂടി ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമാണ് വന്നിട്ടുള്ളത്. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ യോഗ്യത. സാധാരണഗതിയിൽ PG മിനിമം 55% മാർക്ക്, മിനിമം 55% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും UGC നെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കുന്നതാണ്. ഇനി OBC കാറ്റഗറി വിടുന്ന OBC അതേപോലെ SC ST കാറ്റഗറി വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 5% മാർക്കിൻ്റെ ഇളവ് കൂടി, അതായത് 50% മാർക്കോട് കൂടിയാണ് UGC നെറ്റ് എക്സാം എഴുതുവാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇനി അതോടൊപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് കൂടി UGC നെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കുന്ന രീതിയിലാണ് UGCയുടെ പുതിയ സർക്കുലേഷൻ വന്നിട്ടുള്ളത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഡിഗ്രി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നേരത്തെ +2വിന് ശേഷം 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി, അതായത് ഇൻ്റഗ്രേറ്റഡ് PG എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ അതായത് 4 വർഷത്തെ കോഴ്സ് എടുത്ത വിദ്യാർത്ഥികൾ മിനിമം 75% മാർക്കോടുകൂടെ പാസ്സാകുന്ന വിദ്യാർത്ഥികളാണ്. അതായത് 4ാമത്തെ വർഷ വിദ്യാർത്ഥികൾ, ഇൻ്റഗ്രേറ്റഡ് PG 4ാം വർഷ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ PG 2ാം വർഷ വിദ്യാർത്ഥികൾക്കും UGC നെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് മിനിമം 75% മാർക്കോടുകൂടെ വിദ്യാർത്ഥികൾ പാസ്സാവുകയാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും ഡയറക്റ്റായിട്ട് UGC നെറ്റ് എക്സാം എഴുതുവാനും ഡയറക്റ്റായിട്ട് PhD പ്രവേശനം കൂടി നേടിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് നിലവിലത്തെ പുതിയ UGCയുടെ റൂൾ NTA വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് UGCയുടെ ഭാഗത്തു നിന്നും, അതായത് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. കാരണം ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ ഡയറക്റ്റ് PhD പ്രവേശനം കൂടി നേടുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. സാധാരണ ഡിഗ്രിയും PGയും കഴിഞ്ഞതിന് ശേഷമാണ് PhD എടുക്കുവാൻ സാധിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് PhD എടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ PhDക്ക് നിർബന്ധമായിട്ട് ഈ ഒരു UGC നെറ്റിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അപേക്ഷ കൊടുക്കാത്തവരോട് ശ്രദ്ധിക്കുക, മെയ് 10-ാം തീയതി വരെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒഫീഷ്യൽ വെബ്സൈറ്റ്
NTA.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സാധാരണ രീതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കാറ്റഗറി നിങ്ങൾ ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. PhD മാത്രം ഉദ്ദേശിക്കുകയാണെങ്കിൽ കാറ്റഗറി 3 ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ അസിസ്റ്റന്റ് പ്രൊഫസറും PhD ആണെങ്കിൽ കാറ്റഗറി 2, ഇനിയല്ല നിങ്ങൾ JRF എന്ന ലക്ഷ്യത്തിലാണ് കാറ്റഗറി 1. ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി അപേക്ഷ കൊടുക്കുക. അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും UGC നെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും നിങ്ങൾ പരമാവധി സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.